അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ 38th ക്ലാസ്സാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഓസിലേഷൻ ആൻഡ് വേവ്സ് എന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് മുഴുവനും ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് കാണാനുള്ള ഫോർമുലയായ T = 2π√L/g ആ ഫോർമുല ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ലാസ്റ്റ് ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്തിരുന്നു. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അടുത്ത ക്ലാസ്സിലും നമ്മൾ ഇതേപോലെ തന്നെ ഈ ഒരു ഫോർമുലയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് കാണാനുള്ള ഫോർമുലയെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ചുകൂടി പ്രോബ്ലംസ് അടുത്ത ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളൊരു പ്രോബ്ലമാണ് വർക്കൗട്ട് ചെയ്യുന്നത്. ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് കാണാനുള്ള ഫോർമുലയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം തന്നെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ഇന്നലെ ഞാൻ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ ഒരു പ്രോബ്ലം കണ്ടു. അപ്പോൾ ആ പ്രോബ്ലം കണ്ടപ്പോൾ അത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം ആണെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്രോബ്ലം തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു പ്രോബ്ലം കുറച്ച് പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലമാണ്. പബ്ലിക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ, അതുപോലെ തന്നെ എൻട്രൻസ് എക്സാം ആ ഒരു എൻട്രൻസ് എക്സാമിൻ്റെ കേസിൽ എല്ലാം കുറച്ച് പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലമാണ്. അതുകൊണ്ട് ഈ ഒരു പ്രോബ്ലം തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ പ്രോബ്ലം ഏതാണെന്ന് നമുക്ക് നോക്കാം. പ്രോബ്ലം ഇതാണ്: What is the effective time period of a simple pendulum when its bob is immersed in a liquid of relative density x? ഇതാണ് പ്രോബ്ലം. What is the effective time period of a simple pendulum? ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ എഫക്റ്റീവ് ടൈം പീരീഡ് ആണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: What is the effective time period of a simple pendulum when its bob is immersed in a liquid of relative density x? അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് കാണേണ്ടത് ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ എഫക്റ്റീവ് ടൈം പീരീഡ് ആണ്. അതായത് ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ മാസുള്ള ബോബ്, നമുക്കൊരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ബേസിക് സ്ട്രക്ചർ നമുക്കറിയാം. ഒരു സിമ്പിൾ പെൻഡുലത്തിന് ഒരു പോയിന്റ് ഓഫ് സസ്പെൻഷൻ കാണും. ആ ഒരു പോയിന്റ് ഓഫ് സസ്പെൻഷനിൽ നിന്നും ലെങ്തുള്ള സ്ട്രിങ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. ആ സ്ട്രിങ്ങിൻ്റെ എൻഡ് പോർഷനിലായിട്ട് മാസുള്ള ഒരു ബോബ് ഹാങ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ബേസിക് സ്ട്രക്ചർ. ഒരു പോയിന്റ് ഓഫ് സസ്പെൻഷൻ കാണും. ആ പോയിന്റ് ഓഫ് സസ്പെൻഷനിൽ നിന്നും ലെങ്തുള്ള ഒരു സ്ട്രിങ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ സ്ട്രിങ്ങിൻ്റെ എൻഡ് പോർഷനിലായിട്ട് മാസുള്ള ഒരു ബോബും കാണും. ഇതായിരിക്കും ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ബേസിക് സ്ട്രക്ചർ. അങ്ങനെ സ്ട്രക്ചറുള്ള ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ മാസുള്ള ഒരു ബോബ് റിലേറ്റീവ് ഡെൻസിറ്റി എക്സ് ഉള്ള ഒരു ലിക്വിഡിൽ കംപ്ലീറ്റ്ലി ഇമേഴ്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇമേഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മുക്കി വെച്ചിരിക്കുകയാണ്, ഇമേഴ്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ആ ഒരു അവസ്ഥയിൽ എന്തായിരിക്കും ആ പെൻഡുലത്തിൻ്റെ എഫക്റ്റീവ് ടൈം പീരീഡ്? ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ ക്ലാസ്സിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ കണ്ടൊരു പ്രോബ്ലമാണിത്. അപ്പോൾ ഈ പ്രോബ്ലം കണ്ടപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലമാണെന്ന് തോന്നി. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഒരു പ്രോബ്ലം നമുക്ക് വർക്കൗട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്: വാട്ട് ഈസ് ദ എഫക്റ്റീവ് ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം when its bob is immersed in a liquid of relative density x? അതായത് റിലേറ്റീവ് ഡെൻസിറ്റി എക്സ് ഉള്ള ഒരു ലിക്വിഡ് ഉണ്ട്. ആ ലിക്വിഡിലേക്ക് ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ മാസുള്ള ബോബ് കംപ്ലീറ്റ്ലി ഇമേഴ്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ആ ഒരു അവസ്ഥയിൽ ആ ഒരു പെൻഡുലത്തിൻ്റെ എഫക്റ്റീവ് ടൈം പീരീഡ് എന്താണ്? ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്, നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഫിസിക്സിൽ നമ്മൾ ഏതൊരു പ്രോബ്ലം കണ്ടാലും, അത് ഓസിലേഷൻ ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള പ്രോബ്ലം അല്ല, ഏതൊരു ചാപ്റ്ററിൽ നിന്നും ഏതൊരു പ്രോബ്ലം ഫിസിക്സിൽ കണ്ടാലും നമ്മളവിടെ ഇമാജിനേഷൻ ചെയ്യാണ്. ഒരു പ്രോബ്ലത്തിൻ്റെ ഓരോ സെൻറ്റൻസ് വായിക്കുമ്പോഴും നമ്മൾ മനസ്സിൽ ഇമാജിൻ ചെയ്യണം. അങ്ങനെ ഇമാജിൻ ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ ആ ഓരോ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാൻ. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സിമ്പിൾ പെൻഡുലത്തിൻ്റെ എഫക്റ്റീവ് ടൈം പീരീഡ് ആണ്. അപ്പോൾ ആ എഫക്റ്റീവ് ടൈം പീരീഡ് കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പ്രോബ്ലം വായിച്ചു കഴിയുമ്പോൾ ആ പ്രോബ്ലത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ മനസ്സിൽ ശരിക്കും ഇമാജിൻ ചെയ്യണം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു സിമ്പിൾ പെൻഡുലമുണ്ട്. ആ സിമ്പിൾ പെൻഡുലത്തിൻ്റെ മാസുള്ള ബോബ് ഒരു റിലേറ്റീവ് ഡെൻസിറ്റി എക്സ് ഉള്ള ഒരു ലിക്വിഡിലേക്ക് കംപ്ലീറ്റ്ലി ഇമേഴ്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്, ഇത് ശരിക്കും ഒരു ഗ്ലാസ് ആണെന്ന് വിചാരിക്കാം. ഇതൊരു ഗ്ലാസ് ആണ്. ഈ ഒരു ഗ്ലാസ്സിൽ ധാരാളം ലിക്വിഡുണ്ട്. അത് ഏതെങ്കിലും ഒരു ലിക്വിഡ് ആയിക്കോട്ടെ, റിലേറ്റീവ് ഡെൻസിറ്റി എക്സ് ഉള്ള ഏതെങ്കിലും ഒരു ലിക്വിഡ്. അപ്പോൾ ഇത് ഗ്ലാസ്. ഈ ഗ്ലാസ്സിനുള്ളിലായിട്ട് ധാരാളം ലിക്വിഡ് ഉണ്ട്. ആ ലിക്വിഡിൻ്റെ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത് എക്സ് ആണ്. ആ റിലേറ്റീവ് ഡെൻസിറ്റി എക്സ് ഉള്ള ഈ ഒരു ലിക്വിഡിലേക്ക്
ഇതാണ് പോയിന്റ് ഓഫ് സസ്പെൻഷൻ. പോയിന്റ് ഓഫ് സസ്പെൻഷൻ എന്നും എൻഡ് ലൈനിലുള്ള ഒരു സ്ട്രിങ് ഹാങ് ചെയ്ത് വെച്ചിരിക്കുന്നു. ആ സ്ട്രിങ്ങിന്റെ എൻഡ് പോർഷനിലായിട്ട് എം മാസുള്ള ഒരു ബോബ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ എം മാസുള്ള ബോബ്. ഇതാണ് നമ്മുടെ എം മാസുള്ള ബോബ്. ഈ എം മാസുള്ള ബോബ് കംപ്ലീറ്റ്ലി ഈ റിലേറ്റീവ് ഡെൻസിറ്റി എക്സ് ഉള്ള ഈ ലിക്വിഡിലേക്ക് കംപ്ലീറ്റ്ലി ഇമ്മേഴ്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഈ ഒരു അവസ്ഥ, അതായത് ഈ എം മാസുള്ള ബോബ് ഈ റിലേറ്റീവ് ഡെൻസിറ്റി എക്സ് ഉള്ള ഈ ലിക്വിഡിലേക്ക് കംപ്ലീറ്റ്ലി ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ എന്തായിരിക്കും ഈ ഒരു പെൻഡുലത്തിന്റെ എഫക്റ്റീവ് ടൈം പീരിയഡ്? ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഒരു പ്രോബ്ലം വായിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രോബ്ലത്തിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് റിലേറ്റീവ് ഡെൻസിറ്റി? എന്താണ് റിലേറ്റീവ് ഡെൻസിറ്റി? അപ്പോൾ ഇവിടെ പെൻഡുലം ഉണ്ട്. ആ പെൻഡുലത്തിന്റെ എം മാസുള്ള ബോബ് ഈ റിലേറ്റീവ് ഡെൻസിറ്റി എക്സ് ഉള്ള ഈ ലിക്വിഡിലേക്ക് കംപ്ലീറ്റ്ലി ഇമേഴ്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, മുക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ആ ഒരു അവസ്ഥയിൽ എന്തായിരിക്കും ഈ പെൻഡുലത്തിന്റെ എഫക്റ്റീവ് ടൈം പീരിയഡ്? അപ്പോൾ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഏതൊരു ബോഡിയുടെയും ഒരു ഡെൻസിറ്റി, എല്ലാ ബോഡിക്കും ഒരു ഡെൻസിറ്റി കാണും. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. അപ്പോൾ ഏതൊരു ബോഡിക്കും ഒരു ഡെൻസിറ്റി കാണും. ഏതൊരു ബോഡിയുടെയും ഡെൻസിറ്റി നമ്മൾ ആ വാട്ടറിന്റെ ഡെൻസിറ്റിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റിയുമായി കമ്പയർ ചെയ്യുമ്പോഴാണ് അത് റിലേറ്റീവ് ഡെൻസിറ്റി ആകുക. ഏതൊരു ബോഡി ആയിക്കോട്ടെ, ഏതൊരു ബോഡിയുടെയും ഡെൻസിറ്റി, ആ ഡെൻസിറ്റി നമ്മൾ ഒരു ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റിയുമായി കമ്പയർ ചെയ്യുമ്പോഴാണ് അത് റിലേറ്റീവ് ഡെൻസിറ്റി ആകുക. സോ റിലേറ്റീവ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് ദ ബോഡി ബൈ ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് or density of water. So relative density is equal to density of the body divided by density of the fluid. അപ്പോൾ ഏതൊരു ബോഡിയുടെയും ഡെൻസിറ്റിയെ ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റിയുമായി കമ്പയർ ചെയ്യുമ്പോഴാണ് നമ്മൾ അതിന് റിലേറ്റീവ് ഡെൻസിറ്റി റിലേറ്റ് ചെയ്യുകയാണ്. ആ ബോഡിയുടെ ഡെൻസിറ്റി നമ്മൾ ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റിയുമായി കമ്പയർ ചെയ്യുകയാണ്, അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ റിലേറ്റീവ് ഡെൻസിറ്റി ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് ദ ബോഡി ബൈ ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ്. അല്ലെങ്കിൽ വാട്ടറിന്റെ ഡെൻസിറ്റിയെ അല്ലെങ്കിൽ ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റിയെ റിലേറ്റീവ് ആ ബോഡിയുടെ ഡെൻസിറ്റിയുമായി കമ്പയർ ചെയ്യുമ്പോഴാണ് അത് റിലേറ്റീവ് ഡെൻസിറ്റി ആകുക. സോ റിലേറ്റീവ് ഡെൻസിറ്റി R is equal to density of the body divided by density of the fluid. ഏതൊരു ബോഡിയുടെയും ഡെൻസിറ്റിയെ ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റിയുമായി കമ്പയർ ചെയ്യുമ്പോഴാണ് അത് റിലേറ്റീവ് ഡെൻസിറ്റി ആകുക. സോ റിലേറ്റീവ് ഡെൻസിറ്റി R is equal to density of the body divided by density of the fluid. Or relative density R is equal to density of the body dB. ഇവിടെ dB എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് ദ ബോഡിയാണ്, ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ്. dF എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ആണ്, dB എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് ദ ബോഡിയാണ്. സോ റിലേറ്റീവ് ഡെൻസിറ്റി R is equal to density of the body divided by density of the fluid. ഈ ഒരു കാര്യമാണ് ഈ ഒരു പ്രോബ്ലത്തെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ അങ്ങനെ റിലേറ്റീവ് ഡെൻസിറ്റി എക്സ് ഉള്ള ഒരു ലിക്വിഡിലേക്ക് കംപ്ലീറ്റ്ലി ഈ എം മാസുള്ള ബോബ് ഇമ്മേഴ്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ആ ഒരു അവസ്ഥയിൽ എന്തായിരിക്കും ഈ ഒരു പെൻഡുലത്തിന്റെ, ഈ ഒരു എൻറ്റയർ പെൻഡുലത്തിന്റെ എഫക്റ്റീവ് ടൈം പീരിയഡ്? അപ്പോൾ അതിനുവേണ്ടി നമ്മൾ മനസ്സിലാക്കേണ്ട അടുത്ത കാര്യം, ഈ ക്വസ്റ്റ്യൻ റിലേറ്റീവ് ഡെൻസിറ്റി എന്നൊരു ടേം പറഞ്ഞിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യനിൽ റിലേറ്റീവ് ഡെൻസിറ്റി എന്നൊരു ടേം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് റിലേറ്റീവ് ഡെൻസിറ്റി? ഏതൊരു ബോഡിയുടെയും ഡെൻസിറ്റിയെ ആ ഒരു ഫ്ലൂയിഡിന്റെ അല്ലെങ്കിൽ വാട്ടറിന്റെ ഡെൻസിറ്റിയുമായി കമ്പയർ ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മളതിനെ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് വിളിക്കുക. സോ റിലേറ്റീവ് ഡെൻസിറ്റി R is equal to density of the body divided by density of the fluid. That is relative density R is equal to dB by dF. The dB എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് ദ ബോഡിയാണ്, ഡെൻസിറ്റി ഓഫ് ബോഡി. dF എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ്. ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ്. അപ്പോൾ ഈ ഒരു കാര്യമാണ് ഈ ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്നത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. അതിനുശേഷം നമ്മൾ ഈ പ്രോബ്ലത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ റിലേറ്റീവ് ഡെൻസിറ്റി എന്താണെന്ന് മനസ്സിലാക്കി, ഇനി നമ്മൾ പ്രോബ്ലത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ
പോവുകയാണ്. അപ്പോൾ ഇവിടെ ഈ ബോബ് മാസുള്ള ബോബ് ഈ ഗ്ലാസ് ഓഫ് വാട്ടറിലെ ഈ റിലേറ്റീവ് ഡെൻസിറ്റി എക്സ് ഉള്ള ഈ ലിക്വിഡിലേക്ക് കംപ്ലീറ്റ്ലി ഇമ്മേഴ്സ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഏതൊരു ബോഡി, ഇപ്പോൾ ഇത് ലിക്വിഡാണ്, ഈ ലിക്വിഡിലേക്കാണ് ഈ മാസുള്ള ബോബ് കംപ്ലീറ്റ്ലി ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ബോബ്, ഈ മാസുള്ള ബോബ് ഈ റിലേറ്റീവ് ഡെൻസിറ്റി എക്സ് ഉള്ള ഈ ലിക്വിഡിലേക്ക് കംപ്ലീറ്റ്ലി ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്ന സമയത്ത് ഈ ഒരു ബോബിനുള്ളിൽ രണ്ട് തരത്തിലുള്ള ഫോഴ്സസ് ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതായത് ഈ മാസുള്ള ബോബ് ഈ ലെങ്തുള്ള സ്ട്രിങ്ങിന്റെ എൻഡ് പോർഷൻ ഹാങ് ചെയ്തിരിക്കുകയാണ്, ഹാങ് ചെയ്ത് കിടക്കുകയാണ്. ഈ മാസുള്ള ബോബ് ഈ ലെങ്തുള്ള സ്ട്രിങ്ങിന്റെ എൻഡ് പോർഷനിൽ ഹാങ് ചെയ്ത് കിടക്കുകയാണ്. അങ്ങനെ കിടക്കുന്ന ആ ബോബിനെയാണ് നമ്മൾ ഈ റിലേറ്റീവ് ഡെൻസിറ്റി എക്സ് ഉള്ള ലിക്വിഡിലേക്ക് കംപ്ലീറ്റ്ലി ഇമ്മേഴ്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മാസുള്ള ബോബിനെ റിലേറ്റീവ് ഡെൻസിറ്റി എക്സ് ഉള്ള ഈ ലിക്വിഡിലേക്ക് കംപ്ലീറ്റ്ലി ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്ന സമയത്ത് ഈ ഒരു ബോബിനുള്ളിൽ രണ്ട് തരത്തിലുള്ള ഫോഴ്സസ് ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതിൽ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ബോബിന്റെ വെയിറ്റായ mg ആണ്. ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യുന്ന ഈ ബോബിന്റെ വെയിറ്റായ mg ആണ് ഒരു ഫോഴ്സ്, mg. അപ്പോൾ ആ mg എന്ന് പറയുന്നത്, അതായത് mg ഒരു ബോഡിയുടെ ഏതൊരു ബോഡി ആണെങ്കിലും ആ ഒരു ബോഡിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് എത്രത്തോളം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണോ എർത്ത് ആ ബോഡിയിലേക്ക് എക്സേർട്ട് ചെയ്യുന്നത് അതിനായിരിക്കും നമ്മൾ ആ ബോഡിയുടെ വെയിറ്റ് ആയിട്ട് പറയുന്നത്. It is the amount of gravitational force exerted by Earth on that body, on that particular body. ഏതൊരു ബോഡി ആണെങ്കിലും ആ ഒരു ബോഡിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് എത്രത്തോളം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് എർത്ത് ആ ബോഡിയിലേക്ക് എക്സേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായിരിക്കും ആ ബോഡിയുടെ വെയിറ്റ്. അപ്പോൾ ആ വെയിറ്റിന്റെ ഡയറക്ഷൻ, വെയിറ്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്, ആ വെയിറ്റിന്റെ ഡയറക്ഷൻ എപ്പോഴും ഡൗൺവേർഡ് ഡയറക്ഷനിലേക്കായിരിക്കും. അപ്പോൾ ഇവിടെ ഈ ബോബ് ഈ ലിക്വിഡിലേക്ക് റിലേറ്റീവ് ഡെൻസിറ്റി എക്സ് ഉള്ള ഈ ലിക്വിഡിലേക്ക് കംപ്ലീറ്റ്ലി ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്ന സമയത്ത് ഈ ബോബിനുള്ളിൽ രണ്ട് തരത്തിലുള്ള ഫോഴ്സസ് ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതിൽ ഒരു ഫോഴ്സ് നമ്പർ 1 എന്ന് പറയുന്നത് എർത്ത് ആ ബോബിലേക്ക് എക്സേർട്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആയിരിക്കും. എർത്ത് ആ ബോബിലേക്ക്, അതായത് ആ ബോബിന്റെ വെയിറ്റ് ആയിരിക്കും, ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യുന്ന ബോബിന്റെ വെയിറ്റ് ആയിരിക്കും ഒരു ഫോഴ്സ്. അല്ലെങ്കിൽ എർത്ത് ആ ബോബിലേക്ക്, വെയിറ്റ് എന്ന് പറഞ്ഞാൽ എർത്ത് എത്രത്തോളം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് ആ ബോഡിയിലേക്ക് എക്സേർട്ട് ചെയ്യുന്നത്. ഏതൊരു ബോഡി ആണെങ്കിലും ആ ഒരു ബോഡിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് എർത്ത് ആ ബോഡിയിലേക്ക് എക്സേർട്ട് ചെയ്യുന്ന എമൗണ്ട് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആയിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെയും ഈ ബോബ് ഹാങ് ചെയ്ത് കിടക്കുകയാണ്, ഈ സ്ട്രിങ്ങിന്റെ എൻഡ് പോർഷനിലായിട്ട് ഹാങ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ എർത്ത് ഈ ബോബിനെ ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് ഒന്ന് പുള്ള് ചെയ്യും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് യൂസ് ചെയ്തുകൊണ്ട്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും എർത്ത് ഈ ബോബിലേക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അതായിരിക്കും ആ ബോബ്, അതാണ് ആ ബോബിന്റെ വെയിറ്റ്. എത്രത്തോളം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് എർത്ത് ബോഡിയിലേക്ക് എക്സേർട്ട് ചെയ്യുന്നത് അതായിരിക്കും ആ ബോഡിയുടെ വെയിറ്റ്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെയും ഈ ബോബ് ഈ സ്ട്രിങ്ങിന്റെ എൻഡ് പോർഷനിലായിട്ട് ഹാങ് ചെയ്ത് കിടക്കുന്നത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും എർത്ത് ഈ ബോബിനെ ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് യൂസ് ചെയ്തുകൊണ്ട് പുള്ളി ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അതായിരിക്കും ആ ബോബിന്റെ വെയിറ്റ് ആയ mg. ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യുന്ന ആ ബോബിന്റെ വെയിറ്റ് ആയ mg. അപ്പോൾ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് എർത്ത് ആ ബോബിലേക്ക് എക്സേർട്ട് ചെയ്യുന്ന എമൗണ്ട് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആയിരിക്കും. ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ആ ബോബിന്റെ വെയിറ്റ് ആയ mg ആയിരിക്കും ഒരു ഫോഴ്സ്. എർത്ത് എക്സേർട്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആയിരിക്കും ഒരു ഫോഴ്സ്. എന്തുകൊണ്ടാണ് എർത്ത് ഈ ബോബിലേക്ക് ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത്? ഈ ബോബ് ഹാങ് ചെയ്ത് കിടക്കുകയാണ്, ഈ സ്ട്രിങ്ങിന്റെ എൻഡ് പോർഷൻ ബോബ് ഹാങ് ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എർത്ത് ആ ബോബിനെ ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് ഒന്ന് പുള്ള് ചെയ്തുകൊണ്ടേയിരിക്കും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് യൂസ് ചെയ്തുകൊണ്ട്. അതായിരിക്കും ആ ബോബിന്റെ വെയിറ്റ് ആയ mg, ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വെയിറ്റ് ആയ mg. അതൊരു ഫോഴ്സ്. ഇനി മറ്റൊരു ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ബോബ് ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്നത് ലിക്വിഡിലേക്കാണ് അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡിലേക്കാണ്. റിലേറ്റീവ് ഡെൻസിറ്റി എക്സ് ഉള്ള ഒരു ലിക്വിഡിലേക്ക് അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡിലേക്കാണ് ഈ ബോബിനെ ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏതൊരു ബോഡിയെയും നമ്മൾ ലിക്വിഡിലേക്ക് ഒന്ന് ഇമ്മേഴ്സ് ചെയ്താൽ, ഏതൊരു ബോഡിയെയും നമ്മൾ ലിക്വിഡിലേക്ക് അല്ലെങ്കിൽ ഫ്ലൂയിഡിലേക്ക് ഒന്ന് ഇമ്മേഴ്സ് ചെയ്താൽ തീർച്ചയായിട്ടും ഈ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ലിക്വിഡ് ഈ ബോബിനെ ആ ബോഡിയിലേക്ക് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ഒരു ഫോഴ്സ് കൊടുത്തുകൊണ്ടേയിരിക്കും. അത് ലിക്വിഡിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ഏതൊരു ബോഡിയെയും നമ്മൾ ലിക്വിഡിലേക്ക് ഒന്ന് ഇമ്മേഴ്സ് ചെയ്താൽ തീർച്ചയായിട്ടും ഈ ലിക്വിഡ് ബോഡിയിലേക്ക് അപ്വേർഡ് ഡയറക്ഷനിലേക്ക്, ഡൗൺവേർഡ് ഡയറക്ഷനിലേക്കല്ല അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ഒരു ഫോഴ്സ് കൊടുത്തുകൊണ്ടേയിരിക്കും. അത് നമ്മൾ ബോയിന്റ് ഫോഴ്സ് അല്ലെങ്കിൽ അപ്വേർഡ് ത്രസ്റ്റ് എന്ന് വിളിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ബോയിന്റ് ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ ബോയിന്റ് ഫോഴ്സ് ആ ബോഡിയുടെ വെയിറ്റിനെ ഒപ്പോസ് ചെയ്യാനാണ് അവിടെ ആക്ട് ചെയ്യുന്നത്. ഏതൊരു ബോഡിയെയും നമ്മൾ ലിക്വിഡിലേക്ക് ഒന്ന് ഇമ്മേഴ്സ് ചെയ്താൽ ആ ബോഡിക്ക് ഒരു വെയിറ്റ് കാണും.
ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യുന്ന ബോഡിക്ക് ഒരു വെയിറ്റ് കാണും. ആ വെയിറ്റ് എന്ന് പറയുന്നത് എർത്ത് ആ ബോഡിയിലേക്ക് എക്സെപ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്, അല്ലെങ്കിൽ ആ ബോഡിയുടെ വെയിറ്റ് ആണ്. അപ്പോൾ ആ ഒരു വെയിറ്റിനെ എൻകൗണ്ടർ ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു വെയിറ്റിനെ ഒന്ന് ഓപ്പോസ് ചെയ്യാൻ വേണ്ടി അവിടെ ബോയിന്റ് ഫോഴ്സ് ആക്ട് ചെയ്യും. ആ ബോയിന്റ് ഫോഴ്സ് എപ്പോഴും അപ്വേർഡ് ഡയറക്ഷനിലേക്കാണ് ആക്ട് ചെയ്യുക. ആ ബോഡിയുടെ വെയിറ്റ് ഏത് ഡയറക്ഷനിലേക്കാണോ ആ ഡയറക്ഷനെ ഓപ്പോസ് ചെയ്യാൻ വേണ്ടിയാണ് അവിടെ ബോയിന്റ് ഫോഴ്സ് ആക്ട് ചെയ്യുക. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ ഈ ബോബിന്റെ വെയിറ്റ് ആയ mg ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അല്ലെങ്കിൽ ആ ബോബിലേക്ക് എക്സേർട്ട് ചെയ്യുന്ന എമൗണ്ട് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അതായിരിക്കും ആ ബോബിന്റെ വെയിറ്റ് mg, ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതേപോലെ തന്നെ ഈ ബോബിനെ നമ്മൾ ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്നത് ലിക്വിഡിലേക്കാണ്. ഒരു ലിക്വിഡിലേക്കാണ് നമ്മൾ ഈ ബോബിനെ ഇമ്മേഴ്സ് ചെയ്തത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ലിക്വിഡ് അതിന്റെ പ്രോപ്പർട്ടി കാണിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ലിക്വിഡിന്റെ ഒരു ബേസിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഏതൊരു ബോഡിയെയും നമ്മൾ ആ ലിക്വിഡിലേക്ക് അല്ലെങ്കിൽ ഫ്ലൂയിഡിലേക്ക് ഒന്ന് ഇമ്മേഴ്സ് ചെയ്താൽ തീർച്ചയായിട്ടും ആ ബോഡിയുടെ വെയിറ്റിനെ ഒന്ന് എൻകൗണ്ടർ ചെയ്യാനായിട്ട്, ആ ബോഡിക്ക് ഉണ്ടാവുന്ന ബോഡിയുടെ ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യുന്ന വെയിറ്റിനെ ഒന്ന് എൻകൗണ്ടർ ചെയ്യാൻ വേണ്ടി ഈ ലിക്വിഡ് ബോഡിയിലേക്ക് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ഒരു ഫോഴ്സ് കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ഒരു ഫോഴ്സ് കൊടുത്തുകൊണ്ടേയിരിക്കും. ആ ഫോഴ്സ് നമ്മൾ ബോയിന്റ് ഫോഴ്സ് അല്ലെങ്കിൽ അപ്വേർഡ് ത്രസ്റ്റ് എന്ന് വിളിക്കും. സോ ഫോഴ്സ് നമ്പർ 2 എന്ന് പറയുന്നത്, ഫോഴ്സ് നമ്പർ 1 എന്ന് പറയുന്നത് mg. ഫോഴ്സ് നമ്പർ 2 എന്ന് പറയുന്നത് ബോയിന്റ് ഫോഴ്സ് ആണ്. ബോയിന്റ് ഫോഴ്സ് അല്ലെങ്കിൽ അപ്വേർഡ് ത്രസ്റ്റ് എന്നും വിളിക്കും. അപ്വേർഡ് ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ലിക്വിഡിൽ ഉണ്ടാകുന്ന പ്രഷറിനെയാണ് നമ്മൾ ത്രസ്റ്റ് എന്ന് വിളിക്കുക. അപ്പോൾ പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ. ഒരു സർഫസ് കൺസിഡർ ചെയ്താൽ അപ്പോൾ ഈ ബോബിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നമ്പർ 1 എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ആ ബോബിന്റെ വെയിറ്റ് ആയ mg, ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യുന്ന ആ ബോബിന്റെ വെയിറ്റ് ആയ mg, അല്ലെങ്കിൽ എർത്ത് ആ ബോബിലേക്ക് എക്സേർട്ട് ചെയ്യുന്ന എമൗണ്ട് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അല്ലെങ്കിൽ ആ ബോബിന്റെ വെയിറ്റ് ആയ ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോബിന്റെ വെയിറ്റ് ആയ mg. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആയിരിക്കും ഒരു ഫോഴ്സ് ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു ഫോഴ്സ് ആയ F2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഫോഴ്സ്. മറ്റൊരു ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ബോബിനെ നമ്മൾ ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്നത് ലിക്വിഡിലേക്കാണ്. അപ്പോൾ ഏതൊരു ബോഡിയെയും നമ്മൾ ലിക്വിഡിലേക്ക് ഒന്ന് ഇമ്മേഴ്സ് ചെയ്താൽ, അല്ലെങ്കിൽ ഫ്ലൂയിഡിലേക്ക് ഒന്ന് ഇമ്മേഴ്സ് ചെയ്താൽ തീർച്ചയായിട്ടും ആ ലിക്വിഡ് അല്ലെങ്കിൽ ആ ഒരു ഫ്ലൂയിഡ്, ആ ഒരു പെർട്ടിക്കുലർ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ ലിക്വിഡ് തീർച്ചയായിട്ടും ആ ബോഡിയുടെ വെയിറ്റിനെ, ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോഡിയുടെ വെയിറ്റിനെ ഒന്ന് എൻകൗണ്ടർ ചെയ്യാൻ വേണ്ടി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ഒരു ബോഡിയിലേക്ക് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ഒരു ഫോഴ്സ് കൊടുത്തുകൊണ്ടേയിരിക്കും. ആ ഫോഴ്സിനെ നമ്മൾ ബോയിന്റ് ഫോഴ്സ് അല്ലെങ്കിൽ അപ്വേർഡ് ത്രസ്റ്റ് എന്ന് വിളിക്കും. ബോയിന്റ് ഫോഴ്സ് ഓർ അപ്വേർഡ് ത്രസ്റ്റ്. അപ്വേർഡ് ഡയറക്ഷനിലേക്കുള്ള പ്രഷർ. അപ്പോൾ ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിക്വിഡിൽ ഉണ്ടാകുന്ന പ്രഷറിനെ നമ്മൾ ത്രസ്റ്റ് എന്നാണ് വിളിക്കുക. ലിക്വിഡിൽ ഉണ്ടാകുന്ന പ്രഷറിനെ ഒരിക്കലും നമ്മൾ പ്രഷർ എന്ന് പറയാറില്ല. ലിക്വിഡിൽ ഉണ്ടാകുന്ന പ്രഷറിനെ നമ്മളെപ്പോഴും ത്രസ്റ്റ് എന്നാണ് വിളിക്കുക. നമ്മൾ സ്ട്രിങ്ങിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് നമ്മൾ ടെൻഷൻ എന്ന് വിളിക്കും. ഫിസിക്സിൽ ഓരോന്നിനും ഓരോ പെർട്ടിക്കുലർ പേരുണ്ട്. അപ്പോൾ ഒരു സ്ട്രിങ് നമ്മൾ കൺസിഡർ ചെയ്താൽ സ്ട്രിങ്ങിൽ ഉണ്ടാകുന്ന ഫോഴ്സ്, ആ ഫോഴ്സ് നമ്മൾ ടെൻഷൻ എന്നാണ് വിളിക്കുക. അതേപോലെ തന്നെ ഇവിടെ ലിക്വിഡിൽ അനുഭവപ്പെടുന്ന പ്രഷറിനെ നമ്മൾ ത്രസ്റ്റ് എന്നാണ് വിളിക്കുക. ത്രസ്റ്റ്. അപ്പോൾ പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. എന്ന് വെച്ചാൽ ഒരു സർഫസ് നമ്മൾ കൺസിഡർ ചെയ്യാം. ഇങ്ങനെ ഒരു സർഫസ് കൺസിഡർ ചെയ്താൽ ഈ സർഫസിൽ ധാരാളം കുറേ യൂണിറ്റ് ഏരിയാസ് കാണും. അപ്പോൾ ഒരു പെർട്ടിക്കുലർ യൂണിറ്റ് ഏരിയയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സിനെയാണ് നമ്മൾ പ്രഷർ എന്ന് വിളിക്കുക. സോ പ്രഷർ P is equal to ഫോഴ്സ് ബൈ ഏരിയ. അപ്പോൾ ലിക്വിഡിൽ ഉണ്ടാകുന്ന പ്രഷറിനെയാണ്, അല്ലെങ്കിൽ ലിക്വിഡ് അനുഭവിക്കുന്ന പ്രഷറിനെയാണ് നമ്മൾ ത്രസ്റ്റ് എന്ന് വിളിക്കുക. അപ്പോൾ അങ്ങനെ ഏതൊരു ബോഡിയും നമ്മൾ ലിക്വിഡിലേക്ക് അല്ലെങ്കിൽ ഫ്ലൂയിഡിലേക്ക് ഒന്ന് ഇമ്മേഴ്സ് ചെയ്യുമ്പോൾ ആ ബോഡിയുടെ വെയിറ്റിനെ ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോഡിയുടെ വെയിറ്റിനെ ഒന്ന് എൻകൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലിക്വിഡ് തന്നെ ബോഡിയിലേക്ക് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കും. അപ്പോൾ ബോയിന്റ് ഫോഴ്സ് ശരിക്കും ആക്ട് ചെയ്യുന്നത് ആ ബോഡിയുടെ വെയിറ്റിനെ ഒന്ന് ഓപ്പോസ് ചെയ്യാൻ വേണ്ടിയാണ്. ബോഡിയുടെ വെയിറ്റ് എപ്പോഴും ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് ആയിരിക്കും ആക്ട് ചെയ്യുക. ആ ബോഡിയുടെ വെയിറ്റിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയാണ് ശരിക്കും അവിടെ ബോയിന്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ബോയിന്റ് ഫോഴ്സ് ശരിക്കും എതിർക്കുന്നത് ബോഡിയുടെ വെയിറ്റിനെയാണ്. അപ്വേർഡ് ഡയറക്ഷൻ
ഡയറക്ഷനിലേക്ക് പ്രഷർ കൊടുത്തുകൊണ്ട് ബോയിന്റ് ഫോഴ്സ് ഓപ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബോഡിയുടെ വെയിറ്റിനെയാണ്. അപ്പോൾ ഇവിടെ ഇതേപോലെ തന്നെ ഈ ബോഡി ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യുന്ന ഈ ബോഡിയുടെ വെയിറ്റായ എം ജിയെ ഓപ്പോസ് ചെയ്യാൻ വേണ്ടി ഈ ലിക്വിഡ് എന്ത് ചെയ്യും? തീർച്ചയായിട്ടും ഈ എം മാസുള്ള ബോബിലേക്ക് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കും. അത് ലിക്വിഡിന്റെ ഏത് ലിക്വിഡിന്റെയും ഒരു സ്വഭാവമാണ്, ഒരു ബേസിക് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്, അല്ലെങ്കിൽ സ്വഭാവം, ബേസിക് ക്യാരക്ടറാണ്. ഏതൊരു ബോഡിയും നമ്മൾ ലിക്വിഡിലേക്ക് അല്ലെങ്കിൽ ഫ്ലൂയിഡിലേക്ക് ഇമേഴ്സ് ചെയ്താൽ തീർച്ചയായിട്ടും ആ ലിക്വിഡ് ബോഡിയിലേക്ക് ആ ബോഡിയുടെ വെയിറ്റിനെ ഒന്ന് ഒപ്പോസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒന്ന് എൻകൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ഒരു ഫോഴ്സ് കൊടുത്തുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ ഒരു പ്രഷർ കൊടുത്തുകൊണ്ടേയിരിക്കും. ആ ഫോഴ്സ് നമ്മൾ വിളിക്കുന്നത് ബോയിന്റ് ഫോഴ്സ് അല്ലെങ്കിൽ അപ്വേർഡ് ത്രസ്റ്റ് എന്നാണ്. ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ലിക്വിഡിൽ ഉണ്ടാകുന്ന പ്രഷറിനെയാണ് നമ്മൾ ത്രസ്റ്റ് എന്ന് വിളിക്കുക, ത്രസ്റ്റ്. സോ ഈ ബോയിന്റ് ഫോഴ്സിന്റെ ഇക്വേഷൻ ഇതാണ്, റോ വി ജി. ഇവിടെ റോ എന്ന് പറഞ്ഞാൽ ഏത് ലിക്വിഡിലേക്കാണ് നമ്മൾ ഇമേഴ്സ് ചെയ്തിരിക്കുന്നത് ആ ലിക്വിഡിന്റെ ഡെൻസിറ്റിയാണ് റോ. വി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ വോളിയം ഓഫ് ദി ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ആൻഡ് ജി ഈസ് ദ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ ഈ റോ വി ജി ആണ് ഈ ബോയിന്റ് ഫോഴ്സിന്റെ ഇക്വേഷൻ. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഇക്വേഷൻ എം ജി ആണെങ്കിൽ ബോയിന്റ് ഫോഴ്സിന്റെ ഇക്വേഷൻ റോ വി ജി ആണ്. ഇവിടെ റോ എന്ന് പറഞ്ഞാൽ ഏത് ലിക്വിഡിലേക്കാണോ നമ്മൾ ആ ബോഡി ഇമേഴ്സ് ചെയ്തിരിക്കുന്നത് ആ ലിക്വിഡിന്റെ ഡെൻസിറ്റിയാണ് റോ. വി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ വോളിയം ഓഫ് ദ ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ആൻഡ് ജി ഈസ് ദ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ വോളിയം ഓഫ് ദ ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ എക്സാമ്പിൾ, ഇതൊരു ഗ്ലാസ് ഓഫ് വാട്ടർ ആണ്. അപ്പോൾ ഈ ഗ്ലാസ്സിൽ ഫുള്ളായിട്ട് വാട്ടർ ഉണ്ട്. ഇതൊരു ലെമണാണ്. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ ലെമണിനെ ഈ ലിക്വിഡിലേക്ക് ഞാൻ കംപ്ലീറ്റ്ലി ഇമേഴ്സ് ചെയ്യാൻ പോവാണ്. ഈ ലെമണിൻ്റെ വെയിറ്റ് അത്ര കൂടുതലല്ല, അതായത് ഈ കുറച്ചുകൂടി ബിഗ് ആയിട്ടുള്ള ലെമൺ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ലിക്വിഡിലേക്ക് ഈ ലെമണിനെ ഇമേഴ്സ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കുറച്ച് വെള്ളം ഒന്ന് ഡിസ്പ്ലേസ് ആകും. കുറച്ച് വെള്ളം ഒന്ന് ഡിസ്പ്ലേസ് ആകും. ആ ഡിസ്പ്ലേസ് ആകുന്ന ലിക്വിഡിൻ്റെ വോളിയം ആയിരിക്കും പി. അപ്പോൾ ഇവിടെ ഈ ഗ്ലാസ് ഓഫ് വാട്ടറിലേക്ക് ഈ എം മാസുള്ള ബോബിനെ ഒന്ന് ഇമേഴ്സ് ചെയ്യുമ്പോൾ കുറച്ച് വെള്ളം ഒന്ന് പുറത്തേക്ക് പോകും, കുറച്ച് വെള്ളം ഒന്ന് ഡിസ്പ്ലേസ് ആക്കപ്പെടും. ആ ഡിസ്പ്ലേസ് ആക്കപ്പെടുന്ന ലിക്വിഡിൻ്റെ വോളിയമാണ് വി. ജി എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ ഇതാണ് ഒരു ബോയിന്റ് ഫോഴ്സിന്റെ ഇക്വേഷൻ, റോ വി ജി. റോ എന്ന് പറഞ്ഞാൽ ആ ഏത് ലിക്വിഡിലേക്കാണ് നമ്മൾ ആ ബോഡി ഇമേഴ്സ് ചെയ്യുന്നത് ആ ലിക്വിഡിന്റെ ഡെൻസിറ്റിയാണ് റോ എന്ന് പറയുന്നത്. വി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ വോളിയം ഓഫ് ദ ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ആൻഡ് ജി ഈസ് ദ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ഫോഴ്സസ് ഈ ഒരു ബോബിനുള്ളിൽ ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് ആ ബോബിന്റെ വെയിറ്റ് ആയ എം ജി ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോബിന്റെ വെയിറ്റ് ആയ എം ജി. ഒരു ബോഡിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് എത്രത്തോളം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് ആ ബോഡിയിലേക്ക് എർത്ത് എക്സേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായിരിക്കും ആ ബോഡിയുടെ വെയിറ്റ് ആയ എം ജി ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക്. മറ്റൊരു ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ബോബിനെ നമ്മൾ ഇമേഴ്സ് ചെയ്തിരിക്കുന്നത് ലിക്വിഡിലേക്കാണ്, ലൈറ്റ് ഡെൻസിറ്റി എക്സ് ഉള്ള ലിക്വിഡിലേക്കാണ് ഈ ബോബിനെ ഇമേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊരു ബോഡിയെയും നമ്മൾ ലിക്വിഡിലേക്ക് ഒന്ന് ഇമേഴ്സ് ചെയ്താൽ തീർച്ചയായിട്ടും ആ ലിക്വിഡ് ആ ബോഡിയിലേക്ക് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ഒരു ഫോഴ്സ് കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെയും ഈ റിലേറ്റീവ് ഡെൻസിറ്റി എക്സ് ഉള്ള ഈ ലിക്വിഡ് ഈ എം മാസുള്ള ബോബിലേക്ക് ഈ ബോബിന്റെ വെയിറ്റ് ആയ എം ജിയെ എതിർക്കാൻ വേണ്ടി അല്ലെങ്കിൽ എൻകൗണ്ടർ ചെയ്യാൻ വേണ്ടി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ഈ ലിക്വിഡ് തന്നെ ബോബിലേക്ക് ഒരു ഫോഴ്സ് കൊടുത്തുകൊണ്ടേയിരിക്കും. ആ ഫോഴ്സ് ആയിരിക്കും സെക്കൻഡ് ഫോഴ്സ് ആയ ബോയിന്റ് ഫോഴ്സ് അല്ലെങ്കിൽ അപ്വേർഡ് ത്രസ്റ്റ്. ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ലിക്വിഡിൽ ഉണ്ടാകുന്ന പ്രഷറിനെയാണ് നമ്മൾ ത്രസ്റ്റ് എന്ന് വിളിക്കുക. ആ ബോയിന്റ് ഫോഴ്സിന്റെ ഇക്വേഷൻ ഇതാണ്, റോ വി ജി. ഇവിടെ റോ എന്ന് പറഞ്ഞാൽ ഈ ലിക്വിഡിന്റെ ഏത് ലിക്വിഡിലേക്കാണ് നമ്മൾ ആ ബോഡിയെ ഇമേഴ്സ് ചെയ്യുന്നത് ആ ലിക്വിഡിന്റെ ഡെൻസിറ്റിയാണ് റോ. വി ഈസ് ദ വോളിയം ഓഫ് ദ ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ്. ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചപ്പോൾ തന്നെ ഏതൊരു ബോഡിയും ആ ലിക്വിഡിലേക്ക്, അതായത് ശരിക്കും പറഞ്ഞാൽ ആ ബോഡിയുടെ നമ്മൾ ഇമേഴ്സ് ചെയ്യുന്ന ബോഡിയുടെ വോളിയം എത്രയാണോ അത്രയും ഈക്വൽ എമൗണ്ടിലായിരിക്കും ലിക്വിഡ് ഡിസ്പ്ലേസ് ആകുക. അതായത് ആ ഡിസ്പ്ലേസ് ചെയ്യുന്ന വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ ഫ്ലൂയിഡിൻ്റെ വോളിയം എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ ഇമേഴ്സ് ചെയ്യുന്ന ബോഡിയുടെ വോളിയത്തിനെയാണ്. അതായത് കുറച്ച് നല്ല എന്താ പറയുക, കുറച്ച് ബിഗായിട്ട് കുറച്ച് വോളിയം കൂടിയ ഒരു ബോഡി നമ്മുടെ ഗ്ലാസ് ഓഫ് വാട്ടറിലേക്ക് ഇമേഴ്സ് ചെയ്താൽ കൂടുതൽ വെള്ളം ഡിസ്പ്ലേസ് ആക്കപ്പെടും. കുറവ് വോളിയം ഉള്ള ഒരു ബോഡി ആണെങ്കിൽ അത് ഞാൻ ഇപ്പോൾ എടുത്ത ലെമൺ കുറച്ച് ചെറുതായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഡിസ്പ്ലേസ് ആക്കപ്പെട്ട വെള്ളത്തിൻ്റെ എമൗണ്ട് വളരെ കുറവായിരുന്നു.
അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഡിസ്പ്ലേസ് ആക്കപ്പെടുന്ന വാട്ടറിൻ്റെ വോളിയം എന്ന് പറയുന്നത് ആശ്രയിച്ചിരിക്കുന്നത് നമ്മൾ ഇമ്മേഴ്സ് ചെയ്യുന്ന ബോഡിയുടെ വോളിയത്തെയാണ്. അപ്പോൾ എത്രത്തോളം വോളിയം കൂടിയ ഈക്വൽ ആയിരിക്കും, അതായത് എത്രത്തോളം വോളിയത്തിലുള്ള ബോഡിയാണ് നമ്മൾ ഇമ്മേഴ്സ് ചെയ്യുന്നത് അത്രത്തോളം വോളിയം ഓഫ് വാട്ടർ ആയിരിക്കും അല്ലെങ്കിൽ ഫ്ലൂയിഡ് ആയിരിക്കും ഡിസ്പ്ലേസ് ആക്കപ്പെടുക. അപ്പോൾ ഈ ഡിസ്പ്ലേസ് ആക്കപ്പെടുന്ന ഫ്ലൂയിഡിൻ്റെ വോളിയം എന്ന് പറയുന്നത് നമ്മൾ ഇമ്മേഴ്സ് ചെയ്യുന്ന ബോഡിയുടെ വോളിയത്തിനെ ആശ്രയിച്ചായിരിക്കണം. വോളിയം കൂടിയ ഒരു ബോഡി നമ്മൾ ഇമ്മേഴ്സ് ചെയ്താൽ കൂടുതൽ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ് ആകും. വോളിയം കുറഞ്ഞ ഒരു ബോഡി ഇമ്മേഴ്സ് ചെയ്താൽ കുറഞ്ഞ അതിനനുസരിച്ചുള്ള വോളിയം ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ് ആക്കപ്പെടുകയുള്ളൂ. അപ്പോൾ എപ്പോഴും ഡിസ്പ്ലേസ് ആക്കപ്പെടുന്ന ഫ്ലൂയിഡിൻ്റെ വോളിയം എന്ന് പറയുന്നത് ശരിക്കും ഈക്വലൈസ് ആയിരിക്കുന്നത് നമ്മൾ ഇമ്മേഴ്സ് ചെയ്യുന്ന ബോഡിയുടെ വോളിയത്തിനെയാണ്. അപ്പോൾ ഇവിടെ വി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ വോളിയം ഓഫ് ദ ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ്. വോളിയം ഓഫ് ദ ബോഡി അല്ല, വോളിയം ഓഫ് ദ ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ്. നമ്മൾ ആ ബോഡിയെ ഇമ്മേഴ്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഫ്ലൂയിഡ് പുറത്തേക്ക് ചാടി ആ ചാടി പോകുന്ന അല്ലെങ്കിൽ പുറത്തേക്ക് പോകുന്ന വെള്ളത്തിൻ്റെ വോളിയമാണ് വി എന്ന് പറയുന്ന വോളിയം ഓഫ് ദ ബോഡി അല്ല, ഇറ്റ് ഈസ് ദ വോളിയം ഓഫ് ദ ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ്. ആൻഡ് ജി നമുക്ക് എല്ലാവർക്കും അറിയാം ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ ഇതാണ് ഒരു ബോയിന്റ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ഫോഴ്സസ് ആയിരിക്കും ഈ ഒരു ബോബിൽ ആക്ട് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഈ ബോബിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് ഈ ബോബിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് നെറ്റ് ഈസ് ഈക്വൽ ടു എഫ് ജി എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പ്ലസ് എഫ് ബി എന്ന് പറഞ്ഞാൽ ബോയിന്റ് ഫോഴ്സ്. ശരിയല്ലേ? എഫ് ബി. അപ്പോൾ ഇവിടെ എഫ് നെറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ bob of mass here. Fg is the gravitational force or the weight of the bob acting in the downward direction. And Fb is the buoyant force exerted by the liquid on the body. എപ്പോഴും buoyant force exert ചെയ്യുന്നത് by liquid ആണ്. ലിക്വിഡ് ആ ബോഡിയിലേക്ക് കൊടുക്കുന്ന ഫോഴ്സ് ആണ് buoyant force. Fb is the buoyant force exerted by this liquid on this particular bob of mass here. So F net is equal to gravitational force mg plus minus rho vg എന്ന് എഴുതിയാൽ തെറ്റില്ല. കാരണം ഇവിടെ എം ജി എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണ്, എം എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദ ബോഡി, ജി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, പ്ലസ് ഇവിടെ മൈനസ് സൈൻ വെച്ചിട്ടുണ്ട്, പ്ലസ് മൈനസ് ഓഫ് റോ വി ജി. മൈനസ് ഓഫ് റോ വി ജി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ റോ വി ജി എന്ന് പറഞ്ഞാൽ പോയിന്റ് ഫോഴ്സ് ആണ്. ലിക്വിഡ് ആ ബോബിലേക്ക് അല്ലെങ്കിൽ ഈ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഈ ലിക്വിഡ് ബോബിലേക്ക് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് എക്സേർട്ട് ചെയ്യുന്ന പോയിന്റ് ഫോഴ്സ് ആണ് റോ വി ജി. ആ റോ വി ജി ആക്ട് ചെയ്യുന്നത് ഗ്രാവിറ്റേഷൻ ഫോഴ്സിന് ഓപ്പോസ് ചെയ്യാൻ വേണ്ടിയാണ്. അതായത് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡൗൺവേർഡ് ഡയറക്ഷനിലേക്കാണ്. പക്ഷേ ഈ ലിക്വിഡ് ബോബിലേക്ക് എക്സേർട്ട് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ബോയിന്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് അപ്വേർഡ് ഡയറക്ഷനിലേക്കാണ്. അതായത് ബോയിന്റ് ഫോഴ്സ് എപ്പോഴും ഈ ഗ്രാവിറ്റേഷൻ ഫോഴ്സായ എം ജി അല്ലെങ്കിൽ ആ ബോബിന്റെ വെയിറ്റായ എം ജിയെ ഓപ്പോസ് ചെയ്യാണ്. ശരിക്കും പറഞ്ഞാൽ ആ ബോഡിയുടെ വെയിറ്റിനെ എതിർക്കാനാണ് അവിടെ ബോയിന്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ബോയിന്റ് ഫോഴ്സ് ശരിക്കും ഈ ബോബിന്റെ വെയിറ്റായ എം ജിയെ അല്ലെങ്കിൽ ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷൻ ഫോഴ്സിനെ ഓപ്പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഓപ്പോസ് ചെയ്യുന്നു എന്ന് അതുകൊണ്ടാണ് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യുന്നത്. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അല്ലെങ്കിൽ ബോബിന്റെ വെയിറ്റ് ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യുന്നു, ലിക്വിഡ് ബോബിലേക്ക് എക്സേർട്ട് ചെയ്യുന്ന ബോയിന്റ് ഫോഴ്സ് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യും. അപ്പോൾ ഈ ബോയിന്റ് ഫോഴ്സ് ശരിക്കും ഗ്രാവിറ്റേഷൻ ഫോഴ്സായ എം ജി അല്ലെങ്കിൽ ആ ബോബിന്റെ വെയിറ്റായ എം ജിയെ ഓപ്പോസ് ചെയ്യാൻ വേണ്ടിയാണ് ബോയിന്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ബോയിന്റ് ഫോഴ്സ് ശരിക്കും ഈ ബോബിന്റെ വെയിറ്റായ എം ജിയെ അല്ലെങ്കിൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സായ എം ജിയെ ഓപ്പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓപ്പോസ് ചെയ്ത് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഓപ്പോസ് ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ മൈനസ് സൈൻ ഇട്ടിരിക്കുന്നത്. സോ എഫ് നെറ്റ് എഫ് ഇസ് ടു എം ജി മൈനസ് റോ വി ജി. ശരിയല്ലേ? എം ജി മൈനസ് റോ വി ജി. ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എഴുതുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി. എന്താണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, ഏതൊക്കെ രണ്ട് തരത്തിലുള്ള ഫോഴ്സസ് ആണ് ഈ ബോബിലേക്ക് ആക്ട് ചെയ്യുന്നത്. അതിലൊന്ന് ആ ബോബിന്റെ വെയിറ്റായ എം ജി അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സർട്ടഡ് ബൈ എർത്ത് ഓൺ ദിസ് ബോബ്. രണ്ടാമത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് ലിക്വിഡ് ആ ബോബിലേക്ക് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് കൊടുക്കുന്ന ബോയിന്റ് ഫോഴ്സ്. ഇത് രണ്ടുമാണ് രണ്ട് തരത്തിലുള്ള ഫോഴ്സസ് ആക്ട് ചെയ്യുന്നത്.
അങ്ങനെയെങ്കിൽ നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എഫ് ഇസ് ഈക്വൽ ടു എം ജി പ്ലസ് മൈനസ് റോ വി ജി. ഇവിടെ മൈനസ് വന്നിരിക്കുന്നത് റോ വി ജി ആയ ബോയിൻ്റെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ബോബിൻ്റെ വെയിറ്റ് ആയ എം ജിയെ ഓപ്പോസ് ചെയ്യാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ എൻകൗണ്ടർ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഓപ്പോസ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടി മൈനസ്, കാരണം ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഡൗൺവേർഡ് ഡയറക്ഷനിലേക്കും ബോയിൻ്റെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് അപ്വേർഡ് ഡയറക്ഷനിലേക്കുമാണ്. ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ മൈനസ് പ്ലസ് മൈനസ് ഓഫ് റോ വി ജി, ദാറ്റ് ഈസ് എഫ് ഇസ് ഈക്വൽ ടു എം ജി മൈനസ് റോ വി ജി. അപ്പോൾ ഈ എഫ് ഇസ് ഈക്വൽ ടു എം ജി മൈനസ് റോ വി ജി എന്ന് പറഞ്ഞാൽ ഞാൻ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എഴുതും. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയുന്നത് F is equal to mg minus rho g. Equation number 1. Equation number 1. അപ്പോൾ ഈ ഇക്വേഷൻ നമ്പർ 1 നമുക്കൊരു ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഉണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡും ഉണ്ട്. ഏതാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്? നോർമൽ ഫോഴ്സ് ആണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ഏതാണ് റൈറ്റ് ഹാൻഡ് സൈഡ്? ഏതാണ് റൈറ്റ് ഹാൻഡ് സൈഡ്? എം ജി മൈനസ് റോ വി ജി ആണ് റൈറ്റ് ഹാൻഡ് സൈഡ്. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ ഇക്വേഷൻ നമ്പർ 1 ലെഫ്റ്റ് ഹാൻഡിൽ കിടക്കുന്ന നോർമൽ ഫോഴ്സിന് ഞാൻ ഫോഴ്സിൻ്റെ ബേസിക് ഇക്വേഷൻ കൊടുക്കുകയാണ്. അപ്പോൾ എന്താണ് ഫോഴ്സിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ? മാസ് ഇൻറ്റു ആക്സലറേഷൻ. സോ മാസ് ഇൻറ്റു ആക്സലറേഷൻ എം എ ഇസ് ഈക്വൽ ടു എം ജി മൈനസ് റോ വി ജി. ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 എനിക്ക് കിട്ടിയ ഇക്വേഷൻ എന്തായിരുന്നു? എഫ് ഇസ് ഈക്വൽ ടു എം ജി മൈനസ് റോ വി ജി. ആ ഇക്വേഷനിലെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരു നോർമൽ ഫോഴ്സ് ഉണ്ടായിരുന്നു, റൈറ്റ് ഹാൻഡ് സൈഡിൽ എം ജി മൈനസ് റോ വി ജി. സെക്കൻഡ് സ്റ്റെപ്പിൽ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, അപ്പോൾ ഇത് സ്റ്റെപ്പ് നമ്പർ 1 ആണ്. സ്റ്റെപ്പ് നമ്പർ 1 നമുക്ക് ഇക്വേഷൻ നമ്പർ 1 കിട്ടി, എഫ് ഇസ് ഈക്വൽ ടു എം ജി മൈനസ് റോ വി ജി. അതിനുശേഷം ആ ഇക്വേഷൻ നമ്പർ 1 നിന്നും ഞാൻ ഈ ഇക്വേഷനിൽ എഫ് ഇസ് ഈക്വൽ ടു എം ജി മൈനസ് റോ വി ജി എന്ന ഇക്വേഷനിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന നോർമൽ ഫോഴ്സിൻ്റെ ബേസിക് ഇക്വേഷനായ മാസ് ഇൻറ്റു ആക്സിലറേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എം എ ഇസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് അതേപോലെ എഴുതി, എം ജി മൈനസ് റോ വി ജി. അപ്പോൾ അത് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് എഴുതി. ഇനി അടുത്ത സെക്കൻഡ് സ്റ്റെപ്പ് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, സ്റ്റെപ്പ് നമ്പർ 2 ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഈ ഇക്വേഷൻ നമ്പർ 2 ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും കിടക്കുന്ന മാസിനെ ഞാൻ ഡെൻസിറ്റിയുടെ ടേംസിലേക്ക് എഴുതാം. മാസ് എവിടെയൊക്കെ ഉണ്ടോ ആ മാസിനെ എല്ലാം ഞാൻ ഡെൻസിറ്റി അല്ലെങ്കിൽ റോയുടെ ടേംസിലേക്ക് എഴുതാൻ പോവുകയാണ്. സോ ഈ ഇക്വേഷൻ നമ്പർ 2 ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണെങ്കിൽ മാസ് ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം. സിൻസ് മാസ് ഇസ് ഈക്വൽ ടു density into volume. Density into volume. So rho V A is equal to ഇവിടെ എം ജി അതിലെ മാസിന് പകരം മാസിനെ ഡെൻസിറ്റി ടേംസിലേക്ക് എഴുതിയാൽ റോ വി ജി മൈനസ് ഇവിടെ ഈ ഇക്വേഷൻ നമ്പർ 2 ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന മാസ് ഇൻറ്റു ആക്സലറേഷൻ. മാസിനെ ഞാൻ ഡെൻസിറ്റിയുടെ ടേംസിലേക്ക് എഴുതുമ്പോൾ മാസ് ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം അല്ലെങ്കിൽ റോ വി ആണ്. സോ മാസ് എന്ന് പറഞ്ഞാൽ റോ ഡി ബി വി ബി എ. ഇവിടെ ഡി ബി എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് ദ ബോഡിയാണ്, വി ബി എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് ദ ബോഡി, എ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു എം ജിയിലെയും മാസിൻ്റെ സ്ഥാനത്ത് ഞാൻ ഡെൻസിറ്റി ഇൻറ്റു വോളിയം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ഡി ബി എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് ദ ബോഡി, ഡി ബി വി ബി എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് ദ ബോഡി ജി മൈനസ് ഇവിടെ റോ എഫ് എന്ന് പറഞ്ഞാൽ ഈ ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി.
3 ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ നമ്പർ 2-ൽ നിന്ന് നമുക്ക് മാസിൻ്റെ എല്ലാ സ്ഥാനത്തും നമ്മൾ ഡെൻസിറ്റിയുടെ ടേം അപ്ലൈ ചെയ്തപ്പോൾ, അതായത് ഡെൻസിറ്റിയുടെ ടേമിലേക്ക് മാസിനെ മാറ്റിയപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇതാണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്നത് dB എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് ദ ബോഡി, VB എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് ദ ബോഡി, A ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു mgയുടെ മാസിനെ ഞാൻ ഡെൻസിറ്റിയുടെ ടേംസിലേക്ക് ആക്കിയപ്പോൾ dB/VB/G മൈനസ് റോ എഫിന് കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ DF എന്ന് എഴുതാം. DF എന്ന് പറഞ്ഞാൽ ഈ ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി, VF എന്ന് പറഞ്ഞാൽ ആ ബോബിനെ ഇമേഴ്സ് ചെയ്തപ്പോൾ ഡിസ്പ്ലേസ് ആക്കപ്പെട്ട ഫ്ലൂയിഡിൻ്റെ വോളിയം, പിന്നെ G ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ദാറ്റ് ഈസ് dB/VBA ഈസ് ഈക്വൽ ടു dB/VBG മൈനസ് DF/VBG എന്ന് എഴുതിയാൽ തെറ്റില്ല. കാരണം നേരത്തെ പറഞ്ഞു, ഏതൊരു ബോഡിയും നമ്മുടെ ഫ്ലൂയിഡിലേക്ക് ഇമേഴ്സ് ചെയ്യുമ്പോൾ കുറച്ച് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ് ആക്കപ്പെടും എന്ന് പറയുന്നു. പറഞ്ഞു. അപ്പോൾ ആ ഡിസ്പ്ലേസ് ആക്കപ്പെട്ട ഫ്ലൂയിഡിൻ്റെ വോളിയം എന്ന് പറയുന്നത് നമ്മുടെ ഇമേഴ്സ് ചെയ്യുന്ന ബോഡിയുടെ വോളിയത്തിനോട് ഈക്വലാണ്. അതായത് എത്രത്തോളം വോളിയത്തിലുള്ള ബോഡിയാണ് നമ്മൾ ഇമേഴ്സ് ചെയ്യുന്നത്, അത്രത്തോളം തന്നെയായിരിക്കും ഡിസ്പ്ലേസ് ചെയ്യപ്പെടുന്ന ഫ്ലൂയിഡിൻ്റെ വോളിയം. അതായത് ആ നമ്മൾ ഇമേഴ്സ് ചെയ്യുന്ന ബോഡിയുടെ വോളിയത്തിനോട് ഈക്വൽ എമൗണ്ടിലായിരിക്കും ഫ്ലൂയിഡ് ഡിസ്പ്ലേസ് ആക്കപ്പെടുക. കുറച്ച് വോളിയം ഉള്ള ഒരു ബോഡിയാണ് നമ്മൾ ഇമേഴ്സ് ചെയ്യുന്നതെങ്കിൽ വളരെ കുറച്ച് വോളിയം ഓഫ് ഫ്ലൂയിഡ് മാത്രം ഡിസ്പ്ലേസ് ആക്കപ്പെടുകയുള്ളൂ. വോളിയം കൂടിയ ഒരു ബോഡിയെ ഇമേഴ്സ് ചെയ്താൽ കൂടുതൽ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ് ആക്കപ്പെടും. അപ്പോൾ ആ ഡിസ്പ്ലേസ് ആക്കപ്പെടുന്ന ഫ്ലൂയിഡിൻ്റെ വോളിയം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആ ഇമേഴ്സ് ചെയ്യുന്ന ബോഡിയുടെ വോളിയത്തിനോട് ഈക്വൽ ആണ്, അല്ലെങ്കിൽ സമമാണ്. അത്രയും ഈക്വൽ എമൗണ്ടിലായിരിക്കും വെള്ളം ഡിസ്പ്ലേസ് ആക്കപ്പെടുക. അപ്പോൾ ആ ഡിസ്പ്ലേസ് ആക്കപ്പെടുന്ന ലിക്വിഡിൻ്റെ വോളിയം എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും ആ ലിക്വിഡിലേക്ക് ഇമേഴ്സ് ചെയ്യുന്ന ബോഡിയുടെ വോളിയത്തിനോട് ഈക്വൽ എമൗണ്ടിലായിരിക്കും ഫ്ലൂയിഡ് ഡിസ്പ്ലേസ് ആക്കപ്പെടുക. അപ്പോൾ ഇവിടെ എനിക്ക് VFന് പകരം VB കൊടുക്കാം. കാരണം സിൻസ് VF ഇസ് ഈക്വൽ ടു VB. VF എന്ന് പറഞ്ഞാൽ ആ ബോഡി ഇമേഴ്സ് ചെയ്തതോടുകൂടി ഡിസ്പ്ലേസ് ആക്കപ്പെട്ട ഫ്ലൂയിഡിൻ്റെ വോളിയമാണ് VF. ആ വോളിയം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഇമേഴ്സ് ചെയ്യുന്ന ബോഡിയുടെ വോളിയത്തിനെയാണ്. അതായത് ഈക്വൽ എമൗണ്ടിൽ ഡിസ്പ്ലേസ് ആക്കപ്പെടും. കൂടുതൽ വോളിയമുള്ള ഒരു ബോഡി ഇമേഴ്സ് ചെയ്താൽ കൂടുതൽ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ് ആക്കപ്പെടും. കുറഞ്ഞ ഒരു വോളിയമുള്ള ബോഡിയാണ് നമ്മൾ ഇമേഴ്സ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ് ആക്കപ്പെടുള്ളൂ. അപ്പോൾ ഡിസ്പ്ലേസ് ആക്കപ്പെടുന്ന ഫ്ലൂയിഡിൻ്റെ വോളിയം എന്ന് പറയുന്നത് നമ്മുടെ ഇമേഴ്സ് ചെയ്യുന്ന ബോഡിയുടെ വോളിയത്തിനോട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് VF is equal to VB എന്ന് എഴുതാം. Therefore dB/VBA is equal to dB/VBG minus DF/VBG. ശരിയാണ്. അപ്പോൾ ഇത് ഇക്വേഷൻ നമ്പർ 4 ആയിട്ട് എടുത്തു. അപ്പോൾ ഈ ഇക്വേഷൻ നമ്പർ 4ലും നമുക്കൊരു ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഉണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡും ഉണ്ട്. ഏതാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്? dB/VBA ആണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, ഈസ് ഈക്വൽ ടു ഏതാണ് റൈറ്റ് ഹാൻഡ് സൈഡ്? dB/VBG മൈനസ് DF/VBG ആണ് റൈറ്റ് ഹാൻഡ് സൈഡ്. അപ്പോൾ ഇക്വേഷൻ നമ്പർ 4ൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ ഇങ്ങനെയാണ്. ഇക്വേഷൻ നമ്പർ 4ൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ ഇങ്ങനെയാണ്. dB/VBA is equal to dB/VBG minus DF/VBG. ഇക്വേഷൻ നമ്പർ 4. അപ്പോൾ ഇക്വേഷൻ നമ്പർ 4ൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും VB കോമൺ. സോ VB ക്യാൻസൽ ആവും. VB എന്ന് വോളിയം ഓഫ് ദ ബോഡി. ഇനി മിച്ചമുള്ളത് ഏതൊക്കെ ടേംസ് ആണ്? dBA, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരു dBA മിച്ചമുണ്ട്, ഇസ് ഈക്വൽ ടു dBG മൈനസ് DFG. ദാറ്റ് ഈസ് dBA ഇസ് ഈക്വൽ ടു dB മൈനസ് DF ഇൻറ്റു G കോമൺ എടുത്തു. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ G കോമൺ ആയതുകൊണ്ട് G കോമൺ എടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇത് നമ്മുടെ ഇക്വേഷൻ നമ്പർ 5 ആയിട്ട് എഴുതി. ഇനി ഈ ഇക്വേഷൻ നമ്പർ 5 ഇനി എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഈ ഇക്വേഷൻ നമ്പർ 5 ഇതാണ്. dBA is equal to dB minus dF into G. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഈ ഇക്വേഷൻ നമ്പർ 5ലെ
ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെയും റൈറ്റ് ഹാൻഡ് സൈഡിനെയും നമ്മൾ ഡി ബി കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോകും. ഡിവൈഡിങ് ബോത്ത് LHS and RHS by dB. Dividing both LHS and RHS by dB. Therefore, dB divided by dBA is equal to dB minus dF divided by dB into G. That is, A is equal to 1 minus dF by dB into G. A is equal to 1 minus dF by dB into G. അപ്പോൾ ഇത് ഞാൻ ഇക്വേഷൻ നമ്പർ 6 ആയിട്ട് എഴുതി. അപ്പോൾ A is equal to 1 minus dF by dB into G. ഇക്വേഷൻ നമ്പർ 6. അപ്പോൾ ഇക്വേഷൻ നമ്പർ 6 നമുക്ക് ഇക്വേഷൻ നമ്പർ 5 നിന്നും 5ലെ LHSനെയും RHSനെയും dB കൊണ്ട്, dB എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് ദ ബോഡി, dB കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ നമ്പർ 6 ഇതാണ്. A is equal to, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരു ആക്സിലറേഷൻ, A is equal to 1 minus dF divided by dB into G. Equation number 6. Equation number 6. അപ്പോൾ ഇക്വേഷൻ നമ്പർ 6 നമുക്ക് കിട്ടിയിരിക്കുന്നതാണ് A is equal to 1 minus dF divided by dB into G. ഇനി ഈ ഇക്വേഷൻ നമ്പർ 6 ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന ആക്സിലറേഷൻ A ആണ്. റൈറ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്നത് 1 minus dF divided by dB into G ആണ്. അപ്പോൾ ഈ 1 minus dF divided by dB എന്ന് പറഞ്ഞാൽ ഈ dF divided by dB എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു റിലേറ്റീവ് ഡെൻസിറ്റി. അപ്പോൾ റിലേറ്റീവ് ഡെൻസിറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് റിലേറ്റീവ് ഡെൻസിറ്റി എന്നുള്ള ടേമാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ തന്നെ പറഞ്ഞിട്ടുണ്ട് റിലേറ്റീവ് ഡെൻസിറ്റി എക്സ് എന്ന്. ക്വസ്റ്റ്യൻ തന്നെ പറയുന്നുണ്ട് റിലേറ്റീവ് ഡെൻസിറ്റി എക്സ് എന്ന് പറയുന്നുണ്ട് ക്വസ്റ്റ്യൻ തന്നെ. അപ്പോൾ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഏതൊരു ബോഡിക്കും ഒരു ഡെൻസിറ്റിയാണ്. ഏതൊരു ബോഡിയുടെയും ഡെൻസിറ്റിയെ ലിക്വിഡിൻ്റെ ഡെൻസിറ്റിയുമായി അല്ലെങ്കിൽ ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റിയുമായി കമ്പയർ ചെയ്യുമ്പോഴാണ് അത് റിലേറ്റീവ് ഡെൻസിറ്റി ആയ എക്സ് ആകുന്നത്. സോ റിലേറ്റീവ് ഡെൻസിറ്റി എക്സ്, ഈ റിലേറ്റീവ് ഡെൻസിറ്റി എക്സ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നതാണ്. സോ റിലേറ്റീവ് ഡെൻസിറ്റി എക്സ് ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് ദ ബോഡി. റിലേറ്റീവ് ഡെൻസിറ്റി എക്സ് ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് ബോഡി divided by density of the fluid. അതായത് dB by dF. dB by dF. dB by dF എന്ന് പറഞ്ഞാൽ density of the body divided by density of the fluid. അപ്പോൾ density of the body divided by density of the fluid ആയ dB by dF relative density x ആണെങ്കിൽ, dB by dF ആയ relative density x ആണെങ്കിൽ dF by dB 1 by x ആണെങ്കിൽ 1 by x ആണ്. അപ്പോൾ relative density x is equal to density of the body divided by density of the fluid is equal to dB by dF ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ dF by dB എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചു വരും, റെസിപ്രോക്കൽ വരും, തിരിച്ചു വരികയാണ്. റെസിപ്രോക്കൽ അല്ല, തിരിച്ചു വരികയാണ്. dF ഇൻവേഴ്സ് വരികയാണ്, dF by dB. അതായത് dF by dB എന്ന് പറഞ്ഞാൽ എന്താകണം? ഇൻവേഴ്സ് ഓഫ് x ആകണം, 1 by x ആകണം. അതായത് എക്സ് റിലേറ്റീവ് ഡെൻസിറ്റി ആയ dB by dF ആണെങ്കിൽ dF by dB 1 by x ആകില്ല. സോ ഇവിടെ ഞാൻ ഈ dF by dB യുടെ സ്ഥാനത്ത് 1 by dB by dF എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് ഡെൻസിറ്റി ആയ x ആണ്. dB by dF എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് ദ ബോഡി ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് വിച്ച് ഈസ് ദ റിലേറ്റീവ് ഡെൻസിറ്റി ആയ x ആണ്. അങ്ങനെയെങ്കിൽ dF by dB എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ് ഓഫ് x ആകണം, 1 by x ആകണം. സോ ഇവിടെ ഈ A is equal to 1 minus dF by dB into G എന്ന ഈ ഇക്വേഷനിലെ dF by dB എന്ന സ്ഥാനത്ത് ഞാൻ 1 by x കൊടുക്കുന്നു. എന്തുകൊണ്ടാണ് 1 by x കൊടുക്കുന്നത്? dB by dF എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് ദ ബോഡി ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ആണ്. അത് റിലേറ്റീവ് ഡെൻസിറ്റി ആയ x ആണ്. റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഏതൊരു ബോഡിയുടെയും ഡെൻസിറ്റിയെ നമ്മൾ ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി അല്ലെങ്കിൽ ലിക്വിഡിൻ്റെ ഡെൻസിറ്റിയുമായി കമ്പയർ ചെയ്യുമ്പോഴാണ് റിലേറ്റീവ് ഡെൻസിറ്റി ആയ R ആകുക. ഇവിടെ റിലേറ്റീവ് ഡെൻസിറ്റി x എന്നാണ് പറഞ്ഞിരിക്കുന്നത്. So relative density x is equal to density of the body divided by density of the fluid is equal to dB by dF ആണെങ്കിൽ dF by dB എന്ന് പറഞ്ഞാൽ density of the fluid by density of the body is equal to 1 by x ആവണം. സോ ഈ ഇക്വേഷൻ നമ്പർ 6ലെ
1 മൈനസ് ഡി എഫ് ബൈ ഡി ബിയുടെ സ്ഥാനത്ത് ഞാൻ 1 ബൈ എക്സ് കൊടുക്കും. So A is equal to 1 minus 1 by x into g. Equation number 7. A is equal to 1 minus 1 by x into g. ഇനി എന്താണ് നമ്മുടെ സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷൻ? T is equal to 2 pi root of L by g. ഇവിടെ ഞാൻ ഒരിക്കലും ഈ ലിക്വിഡിനെ നമ്മൾ ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്നത്, പക്ഷെ ഇവിടെ ഞാനൊരു മാറ്റം വരുന്നതാണ്. ഇവിടെ ഞാൻ ഈ പെൻഡുലത്തിന്റെ എഫക്റ്റീവ് ടൈം പീരീഡ് കാണാനായിട്ട് ഞാൻ T is equal to 2 pi root of L by A എന്ന് എഴുതുകയാണ്. ജി ഞാൻ എഴുതുന്നില്ല, കാരണം ഒരു ബോബ്, നമ്മൾ ഈ ബോബിനെ മാസുള്ള ബോബിനെ ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്നത് എയുടെ വാല്യൂ എന്താണ്? A is equal to A is an acceleration. A is equal to 1 minus 1 by x into g ആണ് എയുടെ വാല്യൂ. അപ്പോൾ ഇവിടെ ടൈം നമുക്ക് അറിയാം, ബേസിക് ആയിട്ട് ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷൻ T is equal to 2 pi root of L by g ആണ്. പക്ഷെ ഇവിടെ ഞാൻ g എഴുതില്ല, ഞാൻ എഴുതുന്നത് T is equal to 2 pi root of L by A ആണ്. എന്തുകൊണ്ടാണ് A എഴുതുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ബോബിനെ ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്നത് ഈ റിലേറ്റീവ് ഡെൻസിറ്റി എക്സ് ഉള്ള ഫ്ലൂയിഡിലേക്ക് അല്ലെങ്കിൽ ലിക്വിഡിലേക്കാണ് നമ്മൾ ഈ മാസുള്ള ബോബിനെ ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ബോബിലേക്ക് രണ്ട് തരത്തിലുള്ള ഫോഴ്സസ് ആക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അതിലൊരു ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ആ ബോബിലേക്ക് എർത്ത് എക്സേർട്ട് ചെയ്യുന്ന ഗ്രാവിറ്റി, ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് എർത്ത് എക്സേർട്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, അല്ലെങ്കിൽ ആ ബോബിന്റെ വെയിറ്റ് ആയ എം ജി ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് ഒരു ഫോഴ്സ്. മറ്റൊരു ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ലിക്വിഡ്, ഈ ഫ്ലൂയിഡ് ഈ ബോബിലേക്ക് ഈ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആയ എം ജി അല്ലെങ്കിൽ ആ ബോബിന്റെ വെയിറ്റ് ആയ എം ജിയെ എൻകൗണ്ടർ ചെയ്യാൻ വേണ്ടി ഈ ലിക്വിഡ് ബോബിലേക്ക് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് കൊടുക്കുന്ന ഒരു ബോയിന്റ് ഫോഴ്സ് ആയ റോ വി ജി ആണെന്നും പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ഫോഴ്സസ് ഈ ബോബിൽ ആക്ട് ചെയ്യും. അപ്പോൾ അതായത് ശരിക്കും പറഞ്ഞാൽ ഈ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആയ എം ജി ആണെങ്കിലും ബോയിന്റ് ഫോഴ്സ് ആണെങ്കിലും ശരിക്കും ആ ബോബിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യുന്ന രണ്ട് ഫോഴ്സസ് ആണ്, രണ്ട് വെയിറ്റ്, ഫോഴ്സ് അല്ല വെയിറ്റ് ആണ്. അതായത് ഈ ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് ബോബിന്റെ ഡൗൺവേർഡ് ഡയറക്ഷനിലേക്കുള്ള വെയിറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതേപോലെ തന്നെ ഈ ലിക്വിഡ് എന്ത് ചെയ്യും? ലിക്വിഡ് ബോബിലേക്ക് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ഒരു പോയിന്റ് ഫോഴ്സ് കൊടുക്കും, ഒരു അപ്വേർഡ് ത്രസ്റ്റ് കൊടുക്കുമെന്ന് പറഞ്ഞു. ആ ഒരു ഫോഴ്സും ശരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ ബോബിന്റെ വെയിറ്റിനെയാണ്. അതായത് ആ ബോഡിയുടെ വെയിറ്റ് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ഫോഴ്സ് ആയിരിക്കും മുകളിലേക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. അതായത് ഈ ബോഡിയുടെ വെയിറ്റ് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം അളവിൽ തന്നെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആ ബോബിലേക്ക് എക്സേർട്ട് ചെയ്ത് പുള്ളി ചെയ്തുകൊണ്ടേയിരിക്കും ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക്. അതേപോലെ തന്നെ നമ്മൾ ഈ ഇമ്മേഴ്സ് ചെയ്യുന്ന ബോഡിയുടെ വെയിറ്റ് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം അളവിൽ തന്നെ ഈ ബോയിന്റ് ഫോഴ്സും ആ ബോഡിയുടെ വെയിറ്റിനോട്, ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്ന ബോഡിയുടെ വെയിറ്റിനോട് ഈക്വൽ ആയിട്ട് തന്നെ ബോയിന്റ് ഫോഴ്സ് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ബോയിന്റ് ഫോഴ്സ് ആണെങ്കിലും ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണെങ്കിലും ശരിക്കും ആ ബോഡിയുടെ വെയിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണെങ്കിലും ബോഡിയുടെ വെയിറ്റ് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം അളവിലായിരിക്കും ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ ഈ ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്ന ബോഡിയുടെ വെയിറ്റ് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം അളവിലായിരിക്കും അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ലിക്വിഡ് ആ ബോഡിയിലേക്ക് ഒരു അപ്വേർഡ് ത്രസ്റ്റ് അല്ലെങ്കിൽ ഒരു ബോയിന്റ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. അപ്പോൾ ഈ ബോയിന്റ് ഫോഴ്സ് ആണെങ്കിലും ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണെങ്കിലും ആ ബോഡിയുടെ പെർട്ടിക്കുലർ, നമ്മൾ ഇമ്മേഴ്സ് ചെയ്യുന്ന പെർട്ടിക്കുലർ ബോഡിയുടെ വെയിറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബോഡിയിലേക്ക് ശരിക്കും പറഞ്ഞാൽ രണ്ട് തരത്തിലുള്ള വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആയ എം ജി ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക്, മറ്റൊരു ഫോഴ്സ് എന്ന് പറയുന്നത് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യുന്ന ഈ ബോബിന്റെ വെയിറ്റിനോട് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ബോയിന്റ് ഫോഴ്സ് എപ്പോഴും ആ വെയിറ്റിനെ, ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യുന്ന വെയിറ്റിനെ എൻകൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബോയിന്റ് ഫോഴ്സ് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യുന്ന ബോയിന്റ് ഫോഴ്സും ശരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ബോബിന്റെ വെയിറ്റിനെയാണ്. ആ ബോബിന്റെ വെയിറ്റ് എത്രത്തോളം ഉണ്ടോ ആ വെയിറ്റിനെ എൻകൗണ്ടർ ചെയ്തുകൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യുന്ന ബോബിന്റെ വെയിറ്റിനെ എൻകൗണ്ടർ ചെയ്തുകൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ആ വെയിറ്റിനെ എൻകൗണ്ടർ ചെയ്യാൻ വേണ്ടി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ഈ ബോബിന്റെ വെയിറ്റ് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം അളവിൽ ബോയിന്റ് ഫോഴ്സ് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് ലിക്വിഡ്. അപ്പോൾ ഈ ബോയിന്റ് ഫോഴ്സ് ആണെങ്കിലും ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണെങ്കിലും ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ പെർട്ടിക്കുലർ ബോഡിയുടെ വെയിറ്റിനെയാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഈ ഒരു ബോബിന്റെ നെറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് എം ജി ഗ്രാവിറ്റേഷൻ ഫോഴ്സ് പ്ലസ് മൈനസ് റോ വി ജി. അതായത് എം ജി മൈനസ് ഈ റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു
mass by volume into G. That is mg minus mg is equal to 0. That is weight is equal to 0. Weight 0 ആയി. Weight 0 ആകുക എന്ന് പറഞ്ഞാൽ അവിടെ ജിക്ക് പ്രസക്തി ഇല്ല എന്നാണ്. ഒരു ബോഡിയുടെ വെയിറ്റ് 0 ആകുക എന്ന് പറഞ്ഞാൽ അവിടെ ജിക്ക് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയ ജിക്ക് പ്രസക്തി ഇല്ല എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ജി എഴുതേണ്ട ആവശ്യമില്ല. സോ ജിക്ക് പറഞ്ഞാൽ എ എഴുതി. അതായത് ഒരു ബോഡി ഒരു ലിക്വിഡിൽ ഇരിക്കുമ്പോൾ ആ ബോഡി ഫീൽ ചെയ്യുന്നത് ആ ബോഡി വെയിറ്റ്ലെസ് ആകും. അതായത് ജിക്ക് പ്രസക്തി ഇല്ല. വെയിറ്റ് 0 ആയി പോവുകയാണ്. കണ്ടില്ലേ? വെയിറ്റ് ഇസ് ഈക്വൽ ടു 0. എന്തുകൊണ്ടാണ് വെയിറ്റ് 0 ആയി പോയത്? നെറ്റ് വെയിറ്റ് ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സായി എച്ച് ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യുന്നു. ആ ഒരു വെയിറ്റിനെ എൻകൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലിക്വിഡ് ആ ബോബിൻ്റെ വെയിറ്റ് എത്രത്തോളം ഉണ്ടോ, ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യുന്ന ബോബിൻ്റെ വെയിറ്റ് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം അളവിൽ അപ്വേർഡ് ഡയറക്ഷനിലേക്ക് മറ്റൊരു ഫോഴ്സ് കൊടുക്കുകയാണ്. അതായിരിക്കും റോ വെച്ച് മൈനസ് റോ വെച്ച്. മൈനസ് വന്നത് ഈ എം ജിയെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ എതിർക്കാൻ വേണ്ടിയിട്ട്. അപ്പം മൈനസ് റോ വെച്ച്. അപ്പോൾ ഈ റോ വീച്ചിയായ ബോബിൻ്റെ ഫോഴ്സ് ആണെങ്കിലും ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ ബോബിൻ്റെ വെയിറ്റിനെയാണ്. ബോബിൻ്റെ വെയിറ്റ് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം അളവിൽ അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ബോബിൻ്റെ ഫോഴ്സ് കൊടുത്തുകൊണ്ടേയിരിക്കും. സോ അപ്പോൾ ആ ബോബിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് എം ജി പ്ലസ് മൈനസ് റോ വീച്ച്. ദാറ്റ് ഈസ് എം ജി മൈനസ് റോ വീച്ച്. ഇനി ഈ റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റിയാണ്, ആ ലിക്വിഡിൻ്റെ ഡെൻസിറ്റിയാണ്. ആ ലിക്വിഡിൻ്റെ ഡെൻസിറ്റി ഒന്ന് മാസിൻ്റെ ടേംസിലേക്ക് എഴുതിയാൽ എം ജി മൈനസ് മാസ് ബൈ വോളിയം ഇൻറ്റു വി ജി. ദാറ്റ് ഈസ് എം ജി മൈനസ് വി ക്യാൻസൽ എം ജി മൈനസ് എം ജി ഇസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് വെയിറ്റ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഏതൊരു ബോഡിയും ലിക്വിഡിനുള്ളിൽ ഇമ്മേഴ്സ് ചെയ്ത് കിടക്കുന്ന സമയത്ത് വെയിറ്റ് 0 ആയി പോവുകയാണ്. സോ ഞാൻ വെയിറ്റ് 0 ആകുക എന്ന് പറഞ്ഞാൽ ജിക്ക് പ്രസക്തി ഇല്ല എന്നാണ്. ഒരു ബോഡിയുടെ വെയിറ്റ് 0 ആകുക എന്ന് പറഞ്ഞാൽ അവിടെ ജിക്ക് പ്രസക്തി ഒന്നുമില്ല, പ്രാധാന്യമൊന്നുമില്ല. സോ അതുകൊണ്ടാണ് ഞാനിവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെയാണ്, ടി ഇസ് ഈക്വൽ ടു 2π√L/g. പക്ഷേ ഈ ബോബ് ലിക്വിഡിനുള്ളിൽ ഇമ്മേഴ്സ് ചെയ്ത് കിടക്കുന്നത് കൊണ്ട് തന്നെ ലിക്വിഡിനുള്ളിൽ ആ ബോഡി വെയിറ്റ്ലെസ് ആകുന്നത് കൊണ്ട് തന്നെ ഞാനിവിടെ ജി എഴുതിയില്ല. എന്തുകൊണ്ടാണ് വെയിറ്റ്ലെസ് ആകുന്നത്? ടി ഇസ് ഈക്വൽ ടു 2π√L/g ക്ക് പകരം ഞാൻ എ എഴുതി. എയുടെ വാല്യൂ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. എ ഇസ് ഈക്വൽ ടു 1 - 1/x ഇൻറ്റു ജി. സോ ടി ഇസ് ഈക്വൽ ടു 2π√L/ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എ ഇൻറ്റു 1 - 1/x ഇൻറ്റു ജി. അപ്പോൾ ഇതായിരിക്കും ഒരു സിമ്പിൾ ഒരു എം മാസുള്ള ബോബിനെ ഒരു റിലേറ്റീവ് ഡെൻസിറ്റി എക്സ് ഉള്ള ലിക്വിഡിലേക്ക് ഇമ്മേഴ്സ് ചെയ്ത് കിടക്കുന്ന സമയത്ത് ആ എൻ്റയർ പെൻഡുലത്തിൻ്റെ എഫക്റ്റീവ് ടൈം പീരീഡ് എന്ന് പറയുന്നത് ടി ഇസ് ഈക്വൽ ടു 2π√L/a ഇൻറ്റു 1 - 1/x ഇൻറ്റു ജി ആയിരിക്കും. അപ്പോൾ എഫക്റ്റീവ് ടൈം പീരീഡ് ടി ഇസ് ഈക്വൽ ടു 2π√L/a യുടെ വാല്യൂ 1 - 1/x ഇൻറ്റു ജി. ഇതായിരിക്കും ഒരു റിലേറ്റീവ് ഡെൻസിറ്റി എക്സ് ഉള്ള ഒരു ലിക്വിഡിലേക്ക് ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്ന ബോബിനെ ഇമ്മേഴ്സ് ചെയ്യുമ്പോൾ ആ സിമ്പിൾ പെൻഡുലത്തിൻ്റെ എഫക്റ്റീവ് ടൈം പീരീഡ് എന്ന് പറയുന്നത് ടി ഇസ് ഈക്വൽ ടു 2π√L/ ഡിവൈഡഡ് ബൈ 1 - 1/x ഇൻറ്റു ജി ആയിരിക്കും. അപ്പോൾ ഈ ഒരു പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ L/g എഴുതാതെ എന്തുകൊണ്ടാണ് ആക്സിലറേഷൻ എഴുതിയത് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ബോബ് ലിക്വിഡിലേക്ക് ഇമ്മേഴ്സ് ചെയ്യുന്ന സമയത്ത് രണ്ട് തരത്തിലുള്ള ഫോഴ്സസ് ആക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അതിലൊന്ന് ആ ബോബിൻ്റെ വെയിറ്റായ എം ജി ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക്, അല്ലെങ്കിൽ എർത്ത് ആ ബോബിലേക്ക് എക്സേർട്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യുന്ന എം ജി ഒരു ഫോഴ്സ്. മറ്റൊരു ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ലിക്വിഡ് ബോബിലേക്ക് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് കൊടുക്കുന്ന ബോയിൻ്റ് ഫോഴ്സ് അല്ലെങ്കിൽ അപ്വേർഡ് ത്രസ്റ്റ്, അത് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ രണ്ട് ഫോഴ്സസും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണെങ്കിലും ബോയിൻ്റ് ഫോഴ്സ് ആണെങ്കിലും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ബോബിൻ്റെ വെയിറ്റിനെയാണ്. അതായത് ബോയിൻ്റ് ഫോഴ്സ് ആണ് ശരിക്കും ആക്ട് ചെയ്യുന്നത് ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യുന്ന ബോബിൻ്റെ വെയിറ്റിനെ ഒന്ന് ഓപ്പോസ് ചെയ്യാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ഒന്ന് എൻകൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ശരിക്കും ഈ ബോയിൻ്റ് ഫോഴ്സും ആ ബോബിൻ്റെ വെയിറ്റ് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം അളവിൽ ബോയിൻ്റ് ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യുകയാണ്. ആ വെയിറ്റ് ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യുന്ന വെയിറ്റിനെ ഓപ്പോസ് ചെയ്യാൻ എതിർക്കാൻ വേണ്ടിയിട്ട്. സോ ആ ബോബിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് വെയിറ്റ്, ഈ ബോബ് ലിക്വിഡിലേക്ക് ഇമ്മേഴ്സ് ചെയ്ത് കിടക്കുന്ന സമയത്ത് ആ ബോബിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യുന്ന എം ജി പ്ലസ് മൈനസ് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യുന്ന
ബോയിന്റ് ഫോഴ്സ്, അതായത് ബോയിന്റ് ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത് വെയിറ്റിനെയാണ്. സോ പ്ലസ് മൈനസ് റോ ബി ജി, ദാറ്റ് ഈസ് വെയിറ്റ് ഈസ് ഈക്വൽ ടു എം ജി മൈനസ് റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി. ഡെൻസിറ്റിയെ മാസിൻ്റെ ടേംസിലേക്ക് എഴുതിയാൽ മാസ് ബൈ വോളിയം ഇൻറ്റു ജി. വോളിയം ക്യാൻസൽ. വെയിറ്റ് ഈസ് ഈക്വൽ ടു എം ജി മൈനസ് എം ജി ഈസ് ഈക്വൽ ടു 0, അതായത് വെയിറ്റ് ഈസ് ഈക്വൽ ടു 0. അതായത് ഒരു ബോഡി ലിക്വിഡിനുള്ളിൽ മുങ്ങി ഇമ്മേഴ്സ് ചെയ്ത് കിടക്കുമ്പോൾ അവിടെ വെയിറ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ അവിടെ ജിക്ക് പ്രസക്തിയില്ല. സോ ഈ ടി ഈസ് ഈക്വൽ ടു 2π√L/g എന്ന സ്ഥാനത്ത് നമുക്ക് ജി എഴുതേണ്ട ആവശ്യമില്ല. കാരണം ബോബൻ ലിക്വിഡിനുള്ളിൽ ഇമ്മേഴ്സ് ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ ആ ബോബൻ ലിക്വിഡിനുള്ളിൽ ഇമ്മേഴ്സ് ചെയ്ത് കിടക്കുന്ന സമയത്ത് അവിടെ ആ ബോഡി അല്ലെങ്കിൽ ആ ഒരു ബോബ് വെയിറ്റ്ലെസ് ആകുകയാണ്, അല്ലെങ്കിൽ ജിക്ക് പ്രസക്തി ഇല്ലാതെ ആകുകയാണ്. സോ അവിടെ ഞാൻ ജി എഴുതില്ല, അതിന് പകരം ടി ഈസ് ഈക്വൽ ടു 2π√L/a എഴുതി. ജിയുടെ സ്ഥാനത്ത് എ എഴുതി. എയുടെ വാല്യൂ 1 - 1/x ഇൻറ്റു ജി ആണ്. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ടി ഈസ് ഈക്വൽ ടു 2π√L/1 - 1/x ഇൻറ്റു ജി എഴുതി. അപ്പോൾ ഈ ടി ഈസ് ഈക്വൽ ടു 2π√L/1 - 1/x ഇൻറ്റു ജി എന്ന് പറയുന്നത് ഒരു റിലേറ്റീവ് ഡെൻസിറ്റി എക്സ് ഉള്ള ഒരു ലിക്വിഡിലേക്ക് ഈ ബോബിനെ ഇമ്മേഴ്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ പെൻഡുലത്തിൻ്റെ എഫക്റ്റീവ് ടൈം പീരീഡ് ആണ് ടി ഈസ് ഈക്വൽ ടു 2π√L/1 - 1/x ഇൻറ്റു ജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മൾ എത്രത്തോളം ആ ഒരു പ്രോബ്ലത്തിനെ മനസ്സിലാക്കും, നമ്മൾ പഠിച്ച കാര്യങ്ങൾ പ്രീവിയസ്ലി നമ്മൾ പഠിച്ച ഒരുപാട് കാര്യങ്ങൾ, ഈ ബോയിന്റ് ഫോഴ്സ് ആണെങ്കിലും ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, ഇതെല്ലാം നമ്മൾ 9th ക്ലാസ്സിലേ പഠിക്കുന്നതാണ്. പിന്നെ ഹയർ 11th 12th ഒക്കെ ആകുമ്പോൾ നമ്മൾ ഡെറിവേഷൻ എല്ലാം പഠിക്കുന്നത്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ 9th പഠിക്കുന്നതാണ്, 9th ക്ലാസ്സിലേ പഠിക്കുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകും. പ്രീവിയസ് ആയിട്ട് നമ്മൾ പഠിച്ച കുറേ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രോബ്ലം ശരിക്കും മനസ്സിലാക്കാനും അതേപോലെ തന്നെ വർക്കൗട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ശരിക്കും പറഞ്ഞാൽ 11th ക്ലാസ്സിൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. 11th ക്ലാസ്സിൽ ആ ഒരു ചാപ്റ്ററിൽ നിന്നും ചോദിക്കാവുന്ന ഒരു ചോദ്യമാണിത്. അതേപോലെ തന്നെ ഈ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ചാപ്റ്ററിൽ നിന്നും ചോദിക്കാവുന്ന ചോദ്യമാണ്. അതേപോലെ തന്നെ എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആയിരിക്കും ഇത്. അപ്പോൾ ഞാൻ സ്റ്റെപ്പ് എഴുതി കഴിഞ്ഞ ഓരോ സമയത്തും എല്ലാവരും അത് വീഡിയോ കാണുന്ന എല്ലാവരും വർക്കൗട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ പ്രോബ്ലം കുറച്ച് പ്രധാനപ്പെട്ട പ്രോബ്ലം ആയതുകൊണ്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഈ പ്രോബ്ലം തന്നെ വർക്കൗട്ട് ചെയ്യാം എന്ന് വിചാരിച്ചത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ശരിക്കും ഈ പ്രോബ്ലത്തിൽ നമ്മൾ ശരിക്കും എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട്, നമ്മുടെ പ്രീവിയസ് ആയിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എല്ലാം നമ്മുടെ മനസ്സിലുണ്ടാവണം, അതെല്ലാം നമ്മൾ എത്രത്തോളം മനസ്സിലാക്കി എന്നുള്ളതാണ് ശരിക്കും ഈ ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ശരിക്കും മനസ്സിലാക്കിയാൽ ഈ പ്രോബ്ലം വളരെയധികം ഈസിയാണ്. ഈസിയായിട്ട് തന്നെ നമുക്ക് വർക്കൗട്ട് ചെയ്യാം. കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. അപ്പോൾ ശരിക്കും ഈ ഒരു പ്രോബ്ലം എന്നല്ല, ഫിസിക്സിലെ ഏതൊരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്താലും ആ ഒരു പ്രോബ്ലത്തിലെ ഒരു പ്രോബ്ലം വായിക്കുമ്പോൾ ഓരോ പ്രോബ്ലത്തിലെ ഓരോ സെൻറ്റൻസും ശരിക്കും നമ്മൾ മനസ്സിലാക്കി വർക്കൗട്ട് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ എല്ലാ പ്രോബ്ലംസും വർക്കൗട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ കൂടുതൽ പ്രോബ്ലംസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടുതൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ ഒരു ചാപ്റ്ററിലെ പുതിയൊരു ടോപ്പിക്കിലേക്ക് പോകാം. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ചാപ്റ്റർ തീർത്തിട്ട് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ കണ്ട ഈ ഒരു പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ പ്രോബ്ലംസ് ഗൈഡുകളിലും ടെക്സ്റ്റുകളിലും ഒക്കെ ഉണ്ട്. എല്ലാ പ്രോബ്ലംസും എല്ലാവരും വർക്കൗട്ട് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ കണ്ട എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.